ഒരു ക്യാരറ്റ് മിൽക്ക് ഷേക്ക് അടിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു വെജിറ്റബിൾ ആണെങ്കിൽ പോലും അത് മിക്സിയിൽ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു നാര് പോലും ഉണ്ടാവില്ല കേട്ടോ. നല്ല ഫൈൻ ആയിട്ട് കിട്ടും. നമുക്ക് പിന്നെ അരിക്കുക ഒന്നും ചെയ്യണ്ട. പാല് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത് എങ്ങനെയാ കിട്ടണേ അതേപോലെ തന്നെ കിട്ടും കേട്ടോ. ഫ്രഷ് ക്രീം അതേമാതിരി. ഇപ്പൊ ഒരു ഫ്രൂട്ട്സിലെ കുമ്മിട്ടി ആണെങ്കിൽ പോലും നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വായിൽ തടയും. പക്ഷെ ഇത് അടിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല ഫൈൻ ആയിരിക്കും. വളരെ ടേസ്റ്റിയാണ്. ചില്ലായിട്ടും മധുരത്തോടുകൂടിയൊക്കെ കടിക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പലതരം ചേരുവയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ക്യാരറ്റ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ പുറം ഭാഗമൊക്കെ ഒന്ന് ചീമ്പി കളയണം. പുറം ഭാഗമൊക്കെ ഇതുപോലെ നന്നായിട്ട് ചീമ്പി കളഞ്ഞ ശേഷം അതിന്റെ കടയും വാലും കൂടി കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇനി ഇതുപോലെ കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ടൊന്ന് വാഷ് ചെയ്തെടുത്ത ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഉള്ളൊക്കെ പെട്ടെന്ന് വേവാനായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുന്നത്. ക്യാരറ്റിനെ വേവിച്ചെടുക്കുന്നത് കുക്കറിലാട്ടോ. നമ്മൾ അരിഞ്ഞ കഷ്ണങ്ങൾ കുക്കറിലേക്ക് അങ്ങ് ഇട്ടെടുക്കാം. ക്യാരറ്റിന്റെ ഒപ്പം തന്നെ കുറച്ച് ഏലക്കയും കൂടി ഇട്ട് വേവിക്കണം കേട്ടോ. ഞാനിപ്പോൾ 6 ഏലക്ക എടുത്തിട്ടുണ്ട്. അത് ഇച്ചിരി ചെറിയ ഏലക്കയാണ്. വലിയ ഏലക്കയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 5 അല്ലെങ്കിൽ 4 മതിയാവും കേട്ടോ. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ബാലൻസ് ചെയ്യാനാണ് എല്ലാനും. പക്ഷെ ഒരുപാട് കൂടി പോവരുത്. പിഞ്ച് പോലെ വേണ്ട, ഹാഫ് പിഞ്ച് മതിയാവും കേട്ടോ. നമ്മൾ മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കുക്കാവാനായിട്ട് വയ്ക്കാം. മീഡിയം ഹൈ ഫ്ലെയിമിൽ 3 വിസിലാട്ടോ ഞാൻ കുക്ക് ചെയ്തത്. അതിനുശേഷം കംപ്ലീറ്റ് വിസിലും പോയി മൂടി തുറന്ന് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ചൂട് കംപ്ലീറ്റ് ആറിയിട്ടില്ലെങ്കിലും ചെറിയൊരു ചൂടുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആറിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്ക ഇതിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് ജ്യൂസ് അടിക്കാം. പക്ഷെ ഞാൻ എടുത്ത് കളയുന്നില്ല. ഏലക്ക അധികം കിടന്നോർത്ത് കടിക്കുകയോ നാര് കിടക്കുകയോ അങ്ങനെയൊന്നുമില്ല. നമുക്കിത് ഇങ്ങനെ തന്നെ അടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ക്യാരറ്റ് വേവിച്ച വെള്ളത്തെപ്പാടി അങ്ങനെ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 3 ഗ്ലാസ് മിൽക്ക് ഷേക്ക് ഉണ്ട് കേട്ടോ. അത് ആവശ്യത്തിന് മധുരം തണുപ്പൊക്കെ വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് തണുപ്പ് വേണ്ട, മധുരം കുറവൊക്കെ മതി എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നന്നായിട്ട് തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇച്ചിരി ഫ്രീസ് ആയ പാലാട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഐസ് ക്യൂബ്സ് ഒന്നും വേറെ ഇടുന്നില്ല. ഇതിലേക്ക് ഐസ് ക്യൂബ്സും കൂടി ഇട്ടുണ്ട് അടിക്കാന്നുണ്ടെങ്കിൽ നല്ല തണുപ്പ് കിട്ടും. ഞാൻ ആദ്യം പറഞ്ഞതിൽ തന്നെ ആവശ്യത്തിനുള്ള മധുരവും പിന്നെ നല്ല തണുപ്പും വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരാം. പിന്നെ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അതനുസരിച്ച് കുറച്ചൊക്കെ ഇട്ടാൽ മതി. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. കുക്ക് ചെയ്ത ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി പാടൊന്നുമില്ല. പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടും. ഒരു 1/2 സെക്കൻഡൊക്കെ അടിച്ചാൽ മതിയാവും കേട്ടോ. ഇതിൽ നാരോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇത് എല്ലാവരും ഒക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. ഉണ്ടാക്കാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കാൻ വിചാരിക്കുമ്പോൾ പണ്ട് കണ്ട ഒരു നോമ്പിനാണ് ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. ഉണ്ടാക്കുന്ന സമയത്തൊന്നും ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും ഞാൻ വിചാരിച്ചതല്ല കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ കൂടി ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നാളെ 11:15 വീണ്ടും കാണാം. താങ്ക് യു.